കിഫ്ബി പ്രത്യേക സാമ്രാജ്യമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പഠനം നടത്തി കിഫ്ബിയുടെ കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്നും കൂടി വ്യക്തമാക്കും. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന ബഡ്ജറ്റിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2000 കോടി മുതൽ 3000-4000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പൊ അത് ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവര് കടം മേടിക്കും. കടം മേടിക്കുന്ന വലിയ പലിശക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പൊ സർക്കാർ തന്നെ പണം അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിന്റെ വലിയ പലിശ, ഭയങ്കര പലിശ ഞാൻ കാണിച്ചു തരാം. വലിയ പലിശക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാരിന്റെ മീതെയുള്ള ഒരു ബാധ്യതയായി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം.